സംഘടനകളുടെ വഖഫ് വിരുദ്ധ സമ്മേളനത്തിലും വിഭാഗീയത. സമ്മേളനത്തിൽ സഹകരിക്കില്ലെന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അറിയിച്ചു. ദക്ഷിണ കേരളയിൽ നിന്ന് ആരും പങ്കെടുക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പാണക്കാട് തങ്ങൾമാരില്ലാതെ ഒരു സുന്നി ഐക്യത്തിന് പ്രസക്തിയില്ലെന്നും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി വ്യക്തമാക്കി. സമ്മേളനത്തിൽ സമസ്ത എറണാകുളം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കില്ല. ഇന്ന് എറണാകുളത്ത് നടക്കുന്ന സമ്മേളനം കേരളത്തിലെ ഒരു സുന്നി ഐക്യ സമ്മേളനം എന്നാണ് പറയപ്പെടുന്നത്. പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുന്നി ഐക്യത്തിന് കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. എന്തുമാത്രമല്ല, ഒരു സാമുദായിക ഐക്യത്തിന് തന്നെ ഒരു പ്രസക്തിയും കേരളത്തിലില്ല. പാണക്കാട് തങ്ങന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഐക്യത്തിന് മാത്രമേ കേരളത്തിൽ പ്രസക്തിയുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് എറണാകുളത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മതിക്കുന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനമാണിത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ഐക്യത്തിനായി ഒരു വിഷയത്തിൽ ഐക്യദാർഢ്യം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന സമ്മേളനമാണ്. എന്നാൽ ആ സമ്മേളനം ഒരു വിഭാഗീയതയ്ക്ക് വളം വയ്ക്കുകയാണോ? എന്തുകൊണ്ടാണ് തങ്ങൾമാരെ ഒഴിവാക്കിയത്? എന്താണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്? സുജിയ, 4 സുന്നി സംഘടനകളുടെ ഒരു സംയുക്ത പ്രതിഷേധവും പ്രക്ഷോഭവുമായിരുന്നു വഖഫ് ബില്ലിനെതിരെ ഇന്ന് എറണാകുളത്ത് സംഘടിപ്പിക്കാനിരുന്നത്. അഥവാ കേരളത്തിലെ ആധികാരിക 4 സുന്നി സംഘടനകൾ, 2 സമസ്തകൾ, സമസ്ത AP വിഭാഗവും EK വിഭാഗവും 2 സമസ്തകളും, അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും, ഈ 4 സംഘടനകളുമാണ് കേരളത്തിൽ ആധികാരികമായി നിൽക്കുന്ന ഈ 4 സംഘടനകളും സംയുക്തമായിട്ടാണ് എറണാകുളത്ത് ഇത്തരത്തിൽ വഖഫ് ബില്ലിനെതിരെ വലിയ പ്രക്ഷോഭം തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് 4 മണിക്കാണ് അതിൻ്റെ സമ്മേളനം നടക്കാനിരിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള വലിയൊരു മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മയായിട്ട് പോലും അതിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ്, പൊതുവെ സാമുദായിക നേതാവായി കൂടി പരിഗണിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളെ മാറ്റി നിർത്തിയായിരുന്നു ഈ സമ്മേളനം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയിൽ നിന്നും, ഹരീൽ ബുഹാരി തങ്ങൾ AP വിഭാഗത്തിൽ നിന്നും, അതുപോലെ തന്നെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും, അതുപോലെ തന്നെ നജീബ് മൗലവി കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും ഇതിൻ്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഈ 4 സംഘടനകളും സംയുക്തമായി പരിപാടി നടത്തുകയും ചെയ്തു. സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഈ 4 സുന്നി സംഘടനകളും സംയുക്തമായി ഒരു വിഷയത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും അത് ഒരു സുന്നികളുടെ സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ സുന്നികളുടെ ഐക്യ സമ്മേളനം ഒക്കെ ആയി തന്നെ ഈ പരിപാടി വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്നും സാദിഖ് തങ്ങളെ മാറ്റി നിർത്തിയോടെ തന്നെ ഈ പരിപാടി വലിയൊരു വിവാദമായി മാറുന്നു, വലിയൊരു വിഭാഗീയമായി മാറുന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കാമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പ്രധാനപ്പെട്ട സംഘടനയായ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പരിപാടിയിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങിയിരിക്കുന്നു. അത് റിപ്പോർട്ടിലൂടെ തന്നെ ഞങ്ങൾ നടത്തുന്ന ഔദ്യോഗിക പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ നൽകിയ ബൈറ്റിലൂടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമസ്തയിലെ തന്നെ ഒരു വിഭാഗവും ഇപ്പോൾ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. സാദിഖ് തങ്ങളെ പങ്കെടുപ്പിക്കാൻ നടത്തുന്ന പരിപാടി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ ദുരൂഹമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഗ് അനുകൂലികളായിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ തന്നെ സമസ്തയിലെ വിഭാഗീയത ഉണ്ടാകുമ്പോൾ സാദിഖ് തങ്ങൾക്കൊപ്പം നിന്നിരുന്ന ഒരു വിഭാഗം നേതാക്കളും ഇപ്പോൾ ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നത്. സമസ്തയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഓണംപള്ളി മുഹമ്മദ് ഫൈസി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഐക്യ സമ്മേളനം എന്ന പേരിൽ നടത്തിയ പരിപാടി തന്നെ ഇപ്പോൾ ഒരു വിഭാഗീയ സമ്മേളനമായി മാറിയിരിക്കുകയാണ്. സുജ, ശരി. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തിരികെ